ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫോർ ദി കെമിക്കൽ റിയാക്ഷൻ N2+3H2 gives 2NH3, ദി കറക്റ്റ് ഓപ്ഷൻ ഈസ്. ആക്ച്വലി ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ റേറ്റിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, സോ നമ്മൾ ആൻസറിലോട്ട് കിടക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ റിയാക്റ്റൻ്റ്, ഇവിടെ നൈട്രജനും ഹൈഡ്രജനും റിയാക്റ്റൻ്റ് ആണ്, അമോണിയ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഈ നൈട്രജനും ഹൈഡ്രജനും അതായത് റിയാക്റ്റൻസിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് കാണാം. നൈട്രജനും നെഗറ്റീവാണ്, ഹൈഡ്രജനും നെഗറ്റീവാണ്. എന്നാൽ അമോണിയക്ക് എന്താണ്? പോസിറ്റീവാണ്. സോ റിയാക്റ്റൻ്റ് നെഗറ്റീവ് ആയിരിക്കും, പ്രൊഡക്റ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, സപ്പോസ് നമ്മൾ 3 ഹൈഡ്രജൻ ആണ് എടുത്തിട്ടില്ലെങ്കിൽ ഈ 3 എന്നുള്ളത് 1/3 ആവും. ശരിയല്ലേ? 2 എന്നുള്ളത് 1/2 ആവും. എന്നാൽ നമ്മൾ എടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ 1/3 ആണെങ്കിൽ അത് 3 ആകും, 1/2 ആണെങ്കിൽ അത് 2 ആകും. അത് ഞാൻ വേറൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ നമ്മൾ റേറ്റ് എങ്ങനെ എഴുതുക? റേറ്റ് ഇസ് ഈക്വൽ ടു റിയാക്റ്റൻ്റ് എന്താണ്? -dN2/dt ഇസ് ഈക്വൽ ടു ദെൻ -1/3 dH2/dt then is equal to 1/2 dNH3/dt. ശരിയല്ലേ? ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? -dN2/dt is equal to 1/2 dNH3/dt. -dN2/dt is equal to +1/2 dNH3/dt. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അതുപോലെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് 1/2 H2 പ്ലസ് 1/2 Cl2 gives HCl. ഓക്കെ, നമുക്കിതിൻ്റെ റൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. റൈറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ റിയാക്റ്റൻ്റ് എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ ആയിരിക്കും. ശരിയല്ലേ? 1/2 എന്നുള്ളത് എന്താവും? 2 ആവും. T2 dH2/dt ഈസ് ഈക്വൽ ടു ദെൻ വീണ്ടും റിയാക്റ്റൻ്റ്, അതുകൊണ്ട് എന്തായിരിക്കും? സൈൻ നെഗറ്റീവ് ആയിരിക്കും. 1/2 എന്നുള്ളത് ഓപ്പോസിറ്റ്, അതായത് 2 dCl2/dt ഇസ് ഈക്വൽ ടു പിന്നെന്തായിരിക്കും? പ്രൊഡക്റ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, DHCl/dt. ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഓക്കെ, ഞാൻ 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തു. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ദ റിയാക്ഷൻ N2O5 ഇസ് ഈക്വൽ ടു 2NO2 plus half O2, the value of disappearance of N2O5. Value of disappearance of N2O5 is given as 6.25 into 10 raised to -3 mol per liter per second. The rate of formation of NO2 and O2. അതായത് ഇവർ N2O5 ഡിസപ്പിയറൻസ് ചെയ്തുള്ള റേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NO2യുടെയും O2യുടെയും റേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. The rate is equal to -dN2O5/dt is equal to then പ്രൊഡക്റ്റ് ആകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. 2 എന്നുള്ളത് എന്താകും? 1/2 ആകും. 1/2 dNO2/dt is equal to then 1/2 എന്നുള്ളത് എന്താകും? 2 ആകും. സോ 2 dO2/dt. ഇതായിരിക്കും നമ്മുടെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് -dN2O5/dt, അതായത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 6.25 into 10 raised to -3. സോ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 6.25 into 10 raised to -3. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? NO2യുടെയും O2ൻ്റെയും ഫോർമേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഞാൻ ആദ്യമായിട്ട് ഇതെടുത്തു. ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് -dNO2/dt is equal to half dNO2/dt. dNO2/dtയുടെ വാല്യൂ എത്രയാണ്? 6.25 into 10 raised to -3. ശരിയല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dNO2 ആണ്. സോ അതായത് 1/2 dNO2/dt. അതായത്
dNO2/dt is equal to ഈ 2 ഇങ്ങോട്ട് പോയി എന്താവും 2 ഇൻറ്റു 6.25 ഇൻറ്റു 10⁻³ അതായത് 2 ഇൻറ്റു 6.25 12.5 ഇൻറ്റു 10⁻³ സോ dNO2/dtയുടെ വാല്യൂ എത്രയായിരിക്കും 12.5 ഇൻറ്റു 10⁻³ ആയിരിക്കും. അടുത്തായി നമുക്ക് O2ൻ്റെ റേറ്റ് കാണണം. അതായത് ഞാനിവിടെ എഴുതാം, നമുക്ക് -dN2O5/dt is equal to 2dO2/dt. നമുക്കിതിൻ്റെ വാല്യൂ അറിയാം, അതായത് 6.25 ഇൻറ്റു 10⁻³ is equal to 2 ഇൻറ്റു dO2/dt. അതായത് dO2/dt is equal to 6.25 ഇൻറ്റു 10⁻³ divided by 2, അതായത് 3.125 ഇൻറ്റു 10⁻³. സോ ഇതായിരിക്കും നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു 12. ഇവിടെ നമുക്ക് കാണാം 10⁻³ സോ ഇവിടെ എന്തായിരിക്കും 12.5 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ് 1.25 ഇൻറ്റു 10⁻² ആണ്. നമ്മൾ ഓപ്ഷൻ അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്തു. ഓക്കെ, അതുപോലെ 3.125 ഇൻറ്റു 10⁻³ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് 2018 നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കാം. വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ഡബിൾഡ് ദി ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ്. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഹാഫ് ലൈഫ് പീരീഡിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഹാഫ് ലൈഫ് പീരീഡ് കാണുന്നതിലുള്ള ഇക്വേഷനാണ് T½ പ്രൊപ്പോർഷണൽ ടു 1/a⁻n−1. T½ പ്രൊപ്പോർഷണൽ ടു 1/a⁻n−1. ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് n എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ T½ പ്രൊപ്പോർഷണൽ ടു 1/a⁻n0. സോ 0 - 1, 0 - 1 എത്രയാ -1, അതായത് T½ പ്രൊപ്പോർഷണൽ ടു 0 - 1 -1. സോ a⁻−1 മുകളിലോട്ട് വന്നാൽ എന്താവും a ആകും, അതായത് T½ പ്രൊപ്പോർഷണൽ ടു a. സോ നമ്മൾ റിയാക്റ്റൻ്റ് ഡബിൾ ആകുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഹാഫ് ലൈഫ് പീരീഡും ഡബിൾ ആവും, കാരണം കോൺസെൻട്രേഷനുമായി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. എന്നാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഹാഫ് ലൈഫ് പീരിയഡ്, അതായത് T½ ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. T½ സോ ഇൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ T½ independent of initial concentration. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും ഇത് കിട്ടും, ഓൾറെഡി നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. സോ നിങ്ങൾക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T½ ഹാഫ് ലൈഫ് പീരിയഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു ബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കാണാം. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടൻറ്റ് ഈസ് ഡബിൾഡ് ഇൻ എ റിയാക്ഷൻ ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരിയഡ് ഈസ് നോട്ട് അഫക്റ്റഡ്, ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതായിരിക്കും, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്നാലും നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് നമുക്കറിയാം T½ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/a⁻n−1. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ n എന്തായിരിക്കും 1 ആയിരിക്കും, അതായത് T½ പ്രൊപ്പോർഷണൽ ടു 1/a⁻1−1. 1 - 1 എത്രയാ 0, അതായത് T½ പ്രൊപ്പോർഷണൽ ടു 1/a⁻0. a⁻0യുടെ വാല്യൂ എത്രയാണ്, a⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. മീൻസ് T½ പ്രൊപ്പോർഷണൽ ടു 1. T½ പ്രൊപ്പോർഷണൽ ടു 1. സോ കോൺസെൻട്രേഷനുമായിട്ട് ഹാഫ് ലൈഫ് പീരിയഡിന് ബന്ധമില്ല. ഏത് ഓർഡർ റിയാക്ഷനിൽ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ,
ഇനി നമുക്ക് 2017 നീറ്റ് എക്സാമിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എടുക്കാം. മെക്കാനിസം ഓഫ് എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ x2 പ്ലസ് y2 ഇസ് ഈക്വൽ ടു 2xy ഈസ് ഗിവൺ ബിലോ. ഇവിടെ 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവരുടെ ഓവറോൾ ഓർഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം 3 റിയാക്ഷനിൽ ഒരു റിയാക്ഷൻ സ്ലോ ആണ്. റൈറ്റ്, നമുക്കറിയാം സ്ലോ റിയാക്ഷൻ ആയിരിക്കും എന്ത്, RDS അഥവാ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതുകയാണ്. അതായത് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇൻറ്റു y2. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇതായിരിക്കും നമ്മുടെ ഇക്വേഷന്. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള എക്സ് സപ്പോസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എക്സ് ഉണ്ട്. ഈ എക്സ് നമ്മുടെ മെയിൻ റിയാക്ഷനിൽ കാണാൻ കഴിയില്ല. അത് നമ്മുടെ ഈ റിയാക്ഷനിലും മെയിൻ റിയാക്ഷനിലെയും റിയാക്റ്റൻസ് സെയിം ആവണം. ഇവിടെ എക്സ് ആണ്, പക്ഷേ ഇവിടെ എക്സ് ഇല്ല. ഇവിടെ y2 ആണ്, എന്നാൽ y2 ഇവിടെ ഉണ്ട്, പക്ഷെ എന്തില്ല, നമ്മുടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിലുള്ള എക്സ് എവിടെ ഇല്ല, മെയിൻ റിയാക്ഷനിൽ ഇല്ല. അടുത്ത് നമ്മുടെ 2 ഓപ്ഷൻസ് ഇവരാണ്. ഞാൻ തേർഡ് ഓപ്ഷൻ എടുത്താൽ എക്സും വൈയും, പക്ഷേ എക്സും വൈയും മെയിൻ റിയാക്ഷനിലില്ല. ഇതാ ഞാൻ ഫസ്റ്റ് റിയാക്ഷൻ എടുത്തു x2. ഈ x2 എവിടെയുണ്ട്, മെയിൻ റിയാക്ഷനിലുണ്ട്. സോ ഈ x2 യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ x2 ഉൾപ്പെടുന്ന ഈ റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ K കണ്ടുപിടിക്കും. ആ K ഇവിടെ അവിടെ നമ്മൾ Kയുടെ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കും. ആ എക്സ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അത് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, സോ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് K ഇക്വേഷൻ എഴുതുകയാണ്. അത് K ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻസ് ആണ്. പ്രൊഡക്റ്റ് എന്താണ്, എക്സ് ഇൻറ്റു എക്സ് ആണ് എന്ത്, പ്രൊഡക്റ്റ്. റിയാക്റ്റൻ്റ് എന്താണ്, x2. ഓക്കെ, നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് എന്താണ്, x² ആയിരിക്കും ബൈ x2. ഓക്കെ, സോ x² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, K ഇൻറ്റു x2 ആയിരിക്കും. K ഇൻറ്റു x2 ആയിരിക്കും. എന്നാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് K ഇൻറ്റു x2 അഥവാ K റേസ് ടു 1/2 x2 റേസ് ടു 1/2. നമുക്കിവിടെ ഓർഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പവർ ആയിട്ട് എഴുതിയത്. സോ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടി, എക്സ് എന്ന് പറഞ്ഞാൽ K റേസ് ടു 1/2 ഇൻറ്റു x2 റേസ് ടു 1/2. നമ്മൾ ഈ എക്സ് ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എക്സ് എന്താണ്, വേറെ കളറിൽ എഴുതാം. എക്സ് എന്താണ്, K റേസ് ടു 1/2 x2 റേസ് ടു 1/2 ഇൻറ്റു y2. ഓക്കെ, അതായത് ഇവിടെ x2വിൻ്റെ പവർ എന്താണ്, x2വിൻ്റെ പവർ അഥവാ ഓർഡർ എന്ന് പറയുന്നത് 0.5, 1/2 0.5. y2 എത്രയാണ്, y2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. 0.5 പ്ലസ് 1 എന്താണ്, 1.5. സോ നമ്മുടെ ഓവറോൾ ഓർഡർ എത്രയായിരിക്കും, ഓവറോൾ ഓർഡർ എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്താണ്, 1.5 ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ വായിക്കാൻ ഞാനും. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് ഓഫ് 10⁻⁻² per second. How much time will it take for 20 gram of the reactant to reduce to 5 gram? നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് K is equal to 2.303/t log A divided by A minus x. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിവിടെ തന്നിട്ടുണ്ട് K എന്ന് പറയുന്നത് 10⁻² ആണ്. അതുപോലെ T നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. A അഥവാ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 20 gram ആണ്, 20 gram. ദെൻ A മൈനസ് അഥവാ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 5 gram ആണ്, 5 gram ആണ്. ഓക്കെ, സോ നമുക്കിത് ഈ വാല്യൂസ് എല്ലാം ഇക്വേഷനിൽ കൊടുക്കാം. അതായത് K which means 10⁻² is equal to 2.303 divided by T into log
A initial concentration 20 divided by A minus X 5. 20/5 നമുക്കറിയാം 4 ആണെന്നറിയാം. സോ ഈ ടീനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ T is equal to 2.303 divided by 10 raised to minus 2 into log 4 ആണ്. നമുക്കറിയാം 4നെ ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതുകയാണ്. 2 സ്ക്വയർ 4 അല്ലേ. ഇതെന്തുകൊണ്ട് എഴുതുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ ആണ്. ശരിയല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ ആണ്. സോ ടൈം ഇസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 10 റൈസ് ടു മൈനസ് 2 ഇൻറ്റു ലോഗ് 2 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ലോഗ് 2. log a raised to b, b log a. So log 2 raised to 2, 2 log 2. Which means 2.303 divided by 10 raised to minus 2 into 2 into log 2 എന്ന് പറഞ്ഞാൽ 0.3010. So log 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.3010. ഓക്കെ, ഒന്നുകൂടി ഞാൻ എഴുതാം. ഞാൻ ഈ 2.303യിലെ 2.3 എന്ന് മാത്രം എഴുതുകയാണ്. ഒപ്പം 2 ഇൻറ്റു 0.3010 0.3 എന്ന് മാത്രം ഡിവൈഡഡ് ബൈ 10 റൈസ് ടു മൈനസ് 2. സോ എഗെയിൻ 2.3 ഇൻറ്റു 2 ഇൻറ്റു 0.3 0.6 ഡിവൈഡഡ് ബൈ 10 റൈസ് ടു മൈനസ് 2. ഓക്കെ, ഇവിടെ നമുക്ക് 2 പോയിൻ്റ് ഉണ്ട്. ഈ 2 പോയിൻറ്റിനെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ 10 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10 സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ 10 സ്ക്വയർ കൊണ്ട് ഡിവൈഡും ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? 23 ഇൻറ്റു 6 ഇൻറ്റു ഈ 10 റൈസ് ടു മൈനസ് 2 മുകളിൽ വന്നാൽ എന്താണ്? 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? ഒരു 10 സ്ക്വയർ ഉണ്ട്. ഈ 10 സ്ക്വയറും ക്യാൻസൽ ചെയ്ത് എത്രയാണ്? 23 ഇൻറ്റു 6. നമുക്ക് 23 ഇൻറ്റു 6 എത്രയാണ്? 3 ഇൻറ്റു 6 3 18 12 1 13. സോ 138 ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുക. നമുക്ക് ഓപ്ഷനിലോട്ട് പോയി നോക്കാം ഏതെങ്കിലും വാല്യൂ ഉണ്ടോ. സോ 138.6. സോ അടുത്ത് വരുന്ന വാല്യൂ ആണ് 138.6. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. സോ നമ്മളിവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ് ഏതാണ്? K is equal to 2.303 divided by T log A by A minus 6. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. താങ്ക് യു.